എല്ലാവർക്കും ടെക്ലേ മനസ്സിലായി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ജി പി യുവിനെ കുറിച്ചാണ്. സോ ഇന്റലിൻ്റെ പുതിയ രണ്ട് ബഡ്ജറ്റ് ജി പി യുസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഗെയിമേഴ്സിനൊരു എന്താ പറയുക അനുഗ്രഹം തന്നെയാണ് ഇന്റൽ പുതിയതായിട്ടാണ് അവരുടെ ബാറ്റിൽ മേജ് സീരീസ് ജി പി യുസ് ഇറക്കിയത് തന്നെ. രണ്ട് ജി പി ആണ് ഇറക്കിയത്, B570 B580. രണ്ടിൻ്റെയും പ്രൈസ് വളരെ അഗ്രസീവാണ്. ഡയറക്റ്റ്ലി കമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ റേഡിയോൺ RX 7600 പിന്നെ എൻവിഡിയയുടെ RTX 4060 ഒക്കെ ആയിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ അതിനേക്കാളൊക്കെ താഴെയാണ് വരുന്നത്. പക്ഷേ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും സ്പെക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്കൊരു സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റൽ ആർക്ക് B570 കുറിച്ചാണ് നോക്കുന്നത്. ഇച്ചിരി കൂടി ബഡ്ജറ്റ് ഓറിയന്റഡ് ജി പി ആണിത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് നമ്മൾ നോക്കിയാൽ $219 ആണ് വരുന്നത്. സോ $US നമ്മൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് 18,591 പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 21 ആ റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സോ ആ പ്രൈസ് റേഞ്ചിൽ ദ ബെസ്റ്റ് ജി പി എന്നാണ് ഞാൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന VRAM സൈസാണ് 10 GB ആണ് വരുന്നത്. GDDR6 128 ബിറ്റ് ഒന്നും അല്ല വരുന്നത്, 160 ബിറ്റിന്റെ മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്. 380 GBps ആണ് ഇതിന്റെ ബാൻഡ് വിഡ്ത്തും വരുന്നത്. ഇതിന്റെ റിലേറ്റീവ് പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ B570 ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ സോ RX 6600 XT നമ്മുടെ B570 ഒരു ശതമാനം ഫാസ്റ്ററാണ്. സോ നെഗ്ലിജിബിൾ ആണ്. പിന്നെ നമ്മുടെ RTX 3060 12GB ഇവിടെ വരുന്നുണ്ട്, അതിനേക്കാളും 6% ഫാസ്റ്ററാണ്. സോ RX 6600 XTയുടെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 30,000 ആ റേഞ്ച് വരുന്നൊരു ജി പി ആണ്. 28 to 30,000 ആ റേഞ്ച് വരുന്ന ജി പി ആണ്. സോ അതിനേക്കാളും വെറും 1% മാത്രമേ അതിന്റെ സ്പീഡ് കുറവുള്ളൂ. സോ വളരെ അടിപൊളി ഒരു ജി പി തന്നെയാണ് ഇന്ത്യയിൽ പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇതിന്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ബൂസ്റ്റ് ക്ലോക്കും ഗെയിം ക്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ TDP എന്ന് പറയുന്നത് 150 വാട്ടാണ്. അത് നിങ്ങൾ നോക്കണ്ട, കാരണം കൂളർ അനുസരിച്ച് ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. കാരണം പല കൂളേഴ്സിന്റെ ബൂസ്റ്റ് ക്ലോക്ക് ഡിഫറൻ്റ് ആണ്. ചിലതിനൊക്കെ ബീഫി കൂളേഴ്സ് വരുന്ന GPs ഒക്കെ ആണ് ചിലപ്പോൾ ഇവിടെ 2600 ആയിരിക്കും വരാൻ പോകുന്നത്. സോ ചെറിയ ഡിഫറൻസ്, പെർഫോമൻസിലെ ഡിഫറൻസ് ഒക്കെ വരും. ഇത് PCI 4.X8 സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഈ GPs ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ സ്മാർട്ട് ആക്സസ് മെമ്മറി ഉണ്ടല്ലോ, AMDയുടെ സ്മാർട്ട് ആക്സസ് മെമ്മറി പോലത്തെ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. റീസൈസബിൾ ബാർ എന്ന് പറയും. ഇത് സെയിം തന്നെയാണ് സ്മാർട്ട് ആക്സസ് മെമ്മറി. സോ റീസൈസബിൾ ബാർ എന്നൊരു ഓപ്ഷൻ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യണം. അത് റീസൈസബിൾ ബാർ എനേബിൾ ആയിരിക്കണം, എന്നാൽ ഇതിന്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ B580 നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ കൂളർ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് അവരുടെ ഡിസൈനാണ്, ഇന്റലിന്റെ തന്നെയാണ്. സോ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതും സെയിം 5 nm നോടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബൂസ്റ്റ് ക്ലോക്ക് ഡിഫറൻസ് വരുന്നുണ്ട് 2670 MHz ആണ്. ഇതും ഡിഫറൻറ്റ് വരും, കാരണം ഡിഫറൻറ്റ് കൂളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് ക്ലോക്ക് സ്പീഡൊക്കെ ആയിരിക്കും റൺ ചെയ്യുന്നത്. ഇതിന് TDP വരുന്നത് 190 വാട്ടാണ്. അത് നിങ്ങൾ നോക്കണ്ട, ചിലപ്പോൾ 200 വാട്ടൊക്കെ വരും. പിന്നെ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പോർട്സിൽ ഡിഫറൻസ് വരും, TMEസിൽ ഡിഫറൻസ് വരും, കാരണം ഹയർ ടിയർ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ B570 നോക്കുകയാണെങ്കിൽ 2304 ആണെങ്കിൽ ഇവിടെ നമുക്ക് 2560 വരുന്നത്. പിന്നെ വേറെ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 12 GB VRAM ആണ് ഇവിടെ വരുന്നത്. GDDR6 ആണ്, 192 ബിറ്റിലാണ് വരുന്നത്. ടോട്ടൽ 456 GBps ആണ് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. സോ ഇതിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ RX 7600 RTX 4060 ഓൾമോസ്റ്റ് 6 to 7% ഫാസ്റ്റർ ആണ്. സോ ഇതിന്റെ പ്രൈസ് ഒരു കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ $249 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മൾ കൺവേർഷൻ നോക്കുവാണെങ്കിൽ 249 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 250 കൂട്ടിക്കോ, 21,000. പക്ഷെ 21,000 വരത്തില്ല, 25,000 കൂട്ടിയോ, കാരണം ടാക്സും കാര്യങ്ങളൊക്കെ വരും. 25,000 രൂപ. ഒരു RX 7600 XT RX 7600 പ്രൈസ് നമുക്ക് നോക്കാം. 25,000 26,000. ഇവിടെ നമുക്ക് എത്ര GB VRAM കിട്ടുന്നുണ്ട്? 8 GB. നമുക്ക് അതേസമയം 4060 നോക്കാം, 27,000 28,000. എത്ര GB? 8 GB. സോ നമുക്ക് ഇവിടെ 12 GB VRAM ഉണ്ട് സെയിം പ്രൈസിൽ. അതും ഇതിനേക്കാളും ഫാസ്റ്റർ ആണ്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സംശയം വരും, നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം, ബെസ്റ്റ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഇന്റലിന്റെ തന്നെയാണ്. NVIDIAയേക്കാളും ബെറ്റർ ആയിട്ടുള്ള എൻകോഡിങ്ങും ഡീകോഡിങ്ങും ആണ് ഇന്റലിന് ഇരിക്കുന്നത്. സോ നമുക്ക് ഇതിന് സ്പെക്കിംഗ് കാണാൻ കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു വെബ്സൈറ്റിൽ തന്നെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് പവർഫുൾ മീഡിയ എഞ്ചിൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AV1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, H.265 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. H.265 എന്ന് പറഞ്ഞാൽ HEVs എന്നാണ് അർത്ഥം. 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. H.264 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. VP9 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AI ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് AI ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. അത് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നാൻ ഡ്രൈവർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഡ്രൈവർ ഡെവലപ്മെന്റ് ഒക്കെ അത്യാവശ്യം ഒരു 80% പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ വീഡിയോ കണ്ടത് ഗെയിം കമ്പാരിസൺ നോക്കി ഇപ്പോൾ അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ 4060 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഇല്ല.
ചില ഗെയിംസിലൊക്കെ B580 ബെറ്റർ ആണ്. ചില ഗെയിംസ് ഒക്കെ ഉണ്ട്, അത് ഇപ്പോഴും നമ്മുടെ NVIDIA ഇച്ചിരി മുന്നിലാണ് നിൽക്കുന്നത്. അത് അവരുടെ ഒപ്റ്റിമൈസേഷൻ കൊണ്ടാണ്. കാരണം ഇപ്പോൾ സെക്കൻഡ് ജനറേഷനിലായുള്ള ഇന്റലിന്റെ ആർക്ക് ഇനി ബെറ്റർ ആയിട്ട് വരും. കാരണം GPU ഡ്രൈവേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇന്റൽ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് GPU ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഗെയിമേഴ്സിനൊരു അനുഗ്രഹം തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ RTX 4060 നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കണം. RTX 4060 കിടക്കുന്നുണ്ട്. നമ്മുടെ B580 കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 7% ഫാസ്റ്റർ ആണ്, സെയിം ലോവർ പ്രൈസിൽ. സോ ഇത് ഞാനിപ്പോൾ സൈഡിൽ നോക്കിയപ്പോൾ ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് B580 അടിച്ചു കൊടുത്താൽ നമ്മുടെ ആമസോണൊന്നും കാണിക്കുന്നില്ല. ഇത് അവരുടെ പഴയ ജനറേഷനാണ്. നമ്മുടെ ഇതായിരുന്നു അൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ കഴിഞ്ഞ ജനറേഷൻ GPU ആണ്. A580 ആണ് വരുന്നത്. 28,000 ആണ് കാണിക്കുന്നത്. ഇത് 8GB ആണ് വരുന്നത്. പിന്നെ A750 ഉണ്ട് 8GB തന്നെ, അത് 24,000 രൂപയ്ക്കാണ് കാണിക്കുന്നത്. സോ B580 ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്നാണ് വന്നതെന്ന് അറിയത്തില്ല. മിക്കവാറും ഈ മാസം ആ ടൈമിലൊക്കെ അവസാന ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സെയിലും കാര്യങ്ങളൊക്കെ. സോ ഇപ്പോൾ നിങ്ങൾ PC ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ബഡ്ജറ്റ് ബിൽഡായിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം B580 B570 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അടിപൊളി ബിൽഡ് ചെയ്യാവുന്നൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. കാരണം നേരത്തെ പോലെ ഡ്രൈവ് ഇഷ്യൂസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റേ ട്രേസിംഗ് പുറകിലൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ B580 AMDനേക്കാളും ബെറ്റർ ആണ്. റേ ട്രേസിംഗ്, അപ്സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെ AI ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ AMDനെ പോലെയല്ല, ഇത് AI ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അപ്സ്കെയിലിംഗ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ DLSSന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഇതിനും. ഇതാണ് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഗെയിംസിന്റെ ഒരു ബെഞ്ച് മാർക്കൊക്കെ താഴെ കൊടുക്കാം. സോ നിങ്ങൾ നോക്കുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.